അന്ന് രാത്രി വർമ്മയ്ക്ക് കിടന്നിട്ട് ഉറക്കം വന്നില്ലായിരുന്നു. കാരണം നാളെയാണ് അയാളുടെ രണ്ടാം കല്യാണം. രേവതിയാണ് അയാളുടെ വധു. ഒരു 10-46 വയസ്സുണ്ടാവും. പക്ഷേ കണ്ടാൽ അത്രയും തോന്നില്ല. അത് തന്നെയാണ് അയാളെ ഒരുപാട് ആകർഷിച്ചതും. രേവതിയുടെ മകളാണ് അശ്വതി. അവൾ ഡിഗ്രിക്ക് പഠിക്കുവാണ്. രേവതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വെളുത്ത് ഇച്ചിരി വണ്ണമൊക്കെയുള്ള ഒരു സുന്ദരി. കണ്ടാൽ അറിയാം ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് അവൾ ഒരാളെ എന്ന്. അങ്ങനെ ഓരോന്ന് ചിന്തിച്ച് വർമ്മ. പിന്നെ അശ്വതിയും വർമ്മയുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചിരുന്നു. അതും നല്ല സൗന്ദര്യം തന്നെയാണ്. ഇനി എല്ലാം തൻ്റേതാകുന്നു എല്ലാം. അതും ചിന്തിച്ച് അയാൾ നിഗൂഢമായി ചിരിച്ചു. അതേസമയം അമ്മയെ നാട്ടിലെ പ്രതാപിയും പണക്കാരനും 2 ജ്വല്ലറി കടകളുടെ ഉടമയുമായ വർമ്മ സാറ് കല്യാണം കഴിക്കാൻ പോകുന്നു എന്ന സന്തോഷമായിരുന്നു അശ്വതിക്ക്. അശ്വതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവൾക്ക് എപ്പോഴും പണമാണ് മുഖ്യം. അങ്ങനെയുള്ള പ്രകൃതമാണ്. നമ്മുടെ കടങ്ങളൊക്കെ തീരാൻ പോകുന്നു മോളെ. അതെ അമ്മേ. അമ്മ വാ, നമുക്ക് ഉറങ്ങാം. പെട്ടെന്നാണ് രേവതിയുടെ ഫോൺ ബെല്ലടിച്ചത്. ഇതാരായിരിക്കും ഈ രാത്രിയിൽ വിളിക്കുന്നത്? അതും ചിന്തിച്ച് അവർ ഫോൺ എടുത്തു. ഹലോ, ഇത് രേവതിയല്ലേ? എതിരെ നിന്നും ഒരു സ്ത്രീ ശബ്ദം. ഹാ അതെ, ഇതാരാ? ഞാൻ ഞാൻ അത് വിട് രേവതി. ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളെ അറിയിക്കാനാണ് വിളിച്ചത്. ഹാ എന്താണ്, പറഞ്ഞോളൂ. അത് രേവതി, നിങ്ങൾ ആ വർമ്മയെ കല്യാണം കഴിക്കാൻ പോകുവാണെന്ന് കേട്ടു. ഹാ അതെ. അപ്പോൾ ഞാൻ അറിഞ്ഞതൊക്കെ ശരിയാണ്. ഇച്ചിരി വൈകിപ്പോയി രേവതി. എന്നാലും പറയുക, നിങ്ങൾ ഇതിൽ നിന്നും പിന്മാറുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കും, കുറേ ദുരന്തം അനുഭവിക്കും. അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? അല്ല, നിങ്ങൾ ശരിക്കും ആരാണെന്ന് പറഞ്ഞില്ലല്ലോ. ഹാ അത് വിട് രേവതി. ഞാൻ ആരാണ് എന്നുള്ളതല്ല ഇവിടെ കാര്യം. നിങ്ങളുടെ ജീവിതം വെച്ചാണ് നിങ്ങൾ. വേണ്ട രേവതി, പിന്മാറിക്കോ. അല്ലെങ്കിൽ ആ വർമ്മയും ഷാജിയും പൊളിച്ചു വിടും. നിങ്ങൾ കുറേ വെള്ളം കുടിക്കും. അത് കേട്ടപ്പോൾ രേവതിക്ക് ദേഷ്യം വന്നു. രാത്രി വിളിച്ചിട്ട് ചുമ്മാ മനുഷ്യരെ ദേഷ്യം പിടിപ്പിക്കല്ലേ, ഒന്ന് വെച്ചിട്ട് പോയി എന്നും പറഞ്ഞ് അവർ കോൾ കട്ട് ചെയ്ത് ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചു. അല്ല പിന്നെ, അല്ലെങ്കിലും ദരിദ്രരായ ആരെങ്കിലും നല്ല പുളിങ്കൊമ്പ് നോക്കി പിടിക്കുമ്പോൾ ഇതുപോലെ ഓരോ ആളുകൾ വന്നോളും കല്യാണം മുടക്കാൻ. രേവതി പെറുപെറുത്തു. എന്താ അമ്മേ, ആരായിരുന്നു ഫോണിൽ? ഓ, അത് ഏതോ ഒരു കല്യാണം മുടക്കിയ മോളെ. അത് കേട്ട് അശ്വതി ചിരിച്ചു. അല്ലെങ്കിലും ഈ വാർത്ത കേട്ടിട്ട് കുറേ പേർക്ക് അസൂയുണ്ടാമേ. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇത് കേട്ട് ഷോക്കായി പോയെന്ന്. ആണോ മോളെ? അതെ അമ്മേ, അവർ ചിരിച്ചു. അങ്ങനെ പിറ്റേന്ന് രാവിലെ വർമ്മയുടെ കല്യാണ ദിവസം. അയാളുടെ മകൻ ഷാജിയെ നോക്കിയപ്പോൾ കാണാനില്ലായിരുന്നു. അയാൾ എല്ലായിടത്തും തിരഞ്ഞു. പിന്നെ ഫോൺ എടുത്ത് അവൻ്റെ കൂട്ടുകാരൻ ജോണിനെ വിളിച്ചു. ജോണി മോനെ, ഷാജി എവിടെയാ പോയെ? അത് പിന്നെ അങ്കിൾ. പറ മോനെ, ഇന്ന് ഒരു പ്രധാനപ്പെട്ട ദിവസമാ, അതാ ചോദിച്ചേ. അവനെ വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അങ്കിളെ, അവൻ ഇന്നലെ ആകെ മൂഡ് ഓഫ് ആയിരുന്നു. നല്ലോണം കഴിച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ എങ്ങോട്ടെങ്കിലും കറങ്ങിയിട്ട് വരാമെന്നും പറഞ്ഞു പോയതാ. ഇന്നലെ രാത്രി തന്നെ പോയതാ. ശരി ശരി. അങ്ങനെ അയാൾ ഫോൺ വെച്ചു. ഓ, തന്തയുടെ രണ്ടാം കെട്ടിന് തന്നെ ലോകം ചുറ്റാൻ പോയ മകൻ കൊള്ളാം. അയാൾ പല മലയാള വാക്കുകളും പുലമ്പി. അങ്ങനെ വലിയ ആഡംബരങ്ങളൊന്നുമില്ലാതെ അടുത്ത കുടുംബക്കാരെയും സുഹൃത്തുക്കളെയും മാത്രം വിളിച്ചു വരുത്തിയുള്ള ഒരു കല്യാണ സെറ്റപ്പായിരുന്നു. വർമ്മ ഒരു ചിരിയാലെ ഗോപാലൻ്റെ മുഖത്തേക്ക് നോട്ടമെറിഞ്ഞു. ഗോപാലൻ ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. എങ്ങനെ വിഷമിക്കാതിരിക്കാനാ? അയാൾ കുറച്ചു കാലം കൊണ്ടു നടന്നതല്ലേ രേവതിയെ. ഇപ്പോൾ അത് വർമ്മ തട്ടിയെടുക്കുന്നു. മാത്രമല്ല, വർമ്മ ഒരു പുളിങ്കൊമ്പാണെന്ന് അറിഞ്ഞത് കൊണ്ട് തന്നെ രേവതി അങ്ങോട്ട് ചാടുകയും ചെയ്തു. മാത്രമല്ല, മറ്റുള്ളവരുടേത് തട്ടിയെടുക്കുന്നത് ഒരു ഹരമായി കണ്ടു നടക്കുന്ന ആളാണ് വർമ്മ. അങ്ങനെ താൻ വാങ്ങിച്ചു കൊടുത്ത സാരിയിൽ സുന്ദരിമാരായി രേവതിയും അശ്വതിയും അണിഞ്ഞൊരുങ്ങി വന്നത് കണ്ട് വർമ്മയുടെ കണ്ണുകൾ അനുസരണയില്ലാതെ പാഞ്ഞു നടന്നു. പിന്നെ അയാൾ ഗോപാലനെ നോക്കി ഒരു ചിരി പാസാക്കിയപ്പോൾ അയാൾ നിസ്സഹായതയോടെ മുഖം താഴ്ത്തി. അങ്ങനെ കല്യാണം കഴിഞ്ഞു. പിന്നെ ആദ്യ രാത്രി അത് രേവതി വിചാരിച്ചതിലും അടിപൊളിയോ അതോ ഭീകരമോ ആയിരുന്നു. എന്തായാലും രേവതിയുടെ കിളി പോയി. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കടന്നു പോയി.
അപ്പോഴേക്കും രേവതിയും അശ്വതിയും ആദ്യം നിന്നിരുന്ന വീട് വിറ്റ് വർമ്മയുടെ വീട്ടിൽ തന്നെ സ്ഥിര താമസമാക്കിയിരുന്നു. അങ്ങനെ ഇരിക്കെ വർമ്മയുടെ തനി സ്വഭാവം പതിയെ പുറത്ത് വരാൻ തുടങ്ങി. രേവതിക്ക് അയാളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനായില്ല. പിന്നെ വർമ്മയുടെ നോട്ടം അശ്വതിയിലേക്കായി. വർമ്മയുടെ സംസാരത്തിൽ നിന്നും നോട്ടത്തിൽ നിന്നും രേവതിക്ക് അത് മനസ്സിലായി. അങ്ങനെ ഓരോന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് രേവതി അത് ഓർത്തത്. തനിക്ക് അന്ന് വന്ന ഒരു ഫോൺ കോൾ. ഹോ, അപ്പോൾ അവർ പറഞ്ഞതൊക്കെ സത്യമാവാനാണ് സാധ്യത. ഏകദേശം കാര്യങ്ങളുടെ പോക്ക് അത്ര പന്തിയല്ല. ഇല്ല, താൻ അതിന് സമ്മതിക്കില്ല. അങ്ങേരെ ഇന്ന് തന്നെ തോൽപ്പിക്കും. അതും ചിന്തിച്ച് അന്ന് രാത്രി വർമ്മ വന്നപ്പോൾ രേവതി ഇച്ചിരി ഇറുക്കമുള്ളതാണെങ്കിലും അശ്വതിയുടെ ചുരിദാറൊക്കെ ഇട്ട് അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നത് കണ്ട് ഒരു വേള അത് അശ്വതിയാണെന്ന് ചിന്തിച്ച് അന്താളിച്ച് നോക്കി നിന്ന് പോയി വർമ്മ. അത് കണ്ട് രേവതി നാണത്തോടെ ചിരിച്ചു. പിന്നെ മുറിയിൽ വെച്ച് നടന്നത് ഇനി പ്രശ്നമൊന്നും ഉണ്ടാവില്ലെന്ന് രേവതിക്ക് തോന്നി. അവരുടെ മനസ്സ് ശാന്തമായി. എങ്കിലും അശ്വതി വർമ്മയോട് സ്വന്തം അച്ഛനോടെന്ന പോലെ പെരുമാറുന്നത് രേവതിയിൽ ചെറിയ ഒരു വല്ലായ്ക ഉണ്ടാക്കിയിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ രേവതി കുളിമുറിയിൽ കയറിയിരിക്കുകയായിരുന്നു. അപ്പോൾ അയാൾ അശ്വതിയെ വിളിച്ചു. എന്താ അങ്കിൾ? അവൾ ഒരു ചിരിയാലെ അയാളുടെ അടുത്തേക്ക് ചെന്നു. ഹാ അശ്വതി, എൻ്റെ ഷോൾഡറിനൊക്കെ ഒരു വേദന, ഒന്ന് തിരുമ്മിത്തരാവോ? ഓ അതിനെന്താ അങ്കിൾ? അങ്ങനെ അതും പറഞ്ഞ് അശ്വതി ചെയ്യാൻ തുടങ്ങി. മോളെ, ദേ ഇവിടെ കുറച്ചുകൂടി ബലം കൊടുത്ത് ചെയ്യും. അങ്ങനെ തന്നെ, കൊള്ളാം. ഹാ അങ്ങനെ തന്നെ. ഹാ മോളെ, മോൾക്ക് കോളേജിൽ പോകാൻ ഒരു കാറുണ്ടെങ്കിൽ നല്ലതല്ലേ? അത് കേട്ട് അശ്വതിക്ക് വല്ലാത്ത സന്തോഷം തോന്നി. ഹാ അതെ അങ്കിൾ, പക്ഷേ കാശ്, അത്രയും പറഞ്ഞ് അശ്വതിയുടെ മുഖം വാടി. നീ വിഷമിക്കേണ്ട, അതിനുള്ള കാശ് ഞാൻ തരാം. അതും പറഞ്ഞ് വർമ്മയുടെ കൈ അശ്വതിയിലേക്ക് പതിഞ്ഞതും അശ്വതി സംശയത്തോടെ നോക്കി. ഹാ പിന്നെ, നിനക്ക് കാർ മാത്രമല്ല ഒരു ഐഫോൺ കൂടി ഉണ്ടെങ്കിൽ നല്ലതല്ലേ? അത് കേട്ടതും അശ്വതിയുടെ കണ്ണുകൾ വീണ്ടും സന്തോഷത്തോടെ വിടർന്നു. അങ്ങനെ അശ്വതി എല്ലാം സമ്മതിച്ചു കൊടുത്തു. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം കുളിയൊക്കെ കഴിഞ്ഞു വന്ന രേവതി അത് കണ്ട് ഞെട്ടി. അവർ ഒച്ച വെച്ചതും അശ്വതി മുറിയിലേക്ക് ഓടി. വർമ്മ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഒരു സിഗരറ്റ് എടുത്ത് പുകച്ചു. താൻ തോറ്റുപോയല്ലോ എന്നോർത്ത് രേവതി ആകെ വിഷമിച്ചു. ഹാ, ഇതിനുള്ള പ്രതികാരം ഞാൻ ചെയ്യുന്നുണ്ട്, അവർ മനസ്സിൽ പറഞ്ഞു. അവർ മുറിയിലേക്ക് ചെന്നപ്പോൾ അശ്വതി ഒന്നും അറിയാത്തതുപോലെ മൊബൈലും നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അമ്മയുടെ മുഖത്ത് നോക്കാനുള്ള മടി അവൾക്കുണ്ടായിരുന്നു. അപ്പോൾ നീ എന്നെ തോൽപ്പിച്ചു അല്ലേ? അവരുടെ ചോദ്യം. ഓ പിന്നെ, ഒന്ന് പോവാം അമ്മേ, അങ്ങേര് നല്ല പുളിയും കൊമ്പാണ്. എനിക്ക് കാറും ഐഫോണും കിട്ടും. അത് കേട്ടപ്പോൾ രേവതി നീട്ടി ഒന്ന് മോളി. നിനക്കും തരുന്നുണ്ട് നല്ല പണി, അവർ മനസ്സിൽ പറഞ്ഞു. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അശ്വതിക്കുള്ള കാർ വീട്ടിലെത്തി. അവൾ വളരെ സന്തോഷത്തോടെ വർമ്മയെ ആലിംഗനം ചെയ്ത് താങ്ക്സ് പറഞ്ഞപ്പോൾ രേവതി ദേഷ്യത്തോടെ നോക്കുമായിരുന്നു. വൈകാതെ തന്നെ അശ്വതിയുടെ ബർത്ത്ഡേക്ക് അയാൾ സമ്മാനമായി ഐഫോണും കൊടുത്തു. പിന്നെ അന്ന് നല്ല ആഘോഷമായിരുന്നു. രേവതിക്ക് ഒരു സ്ഥാനവുമില്ല എന്ന് കരുതി വിഷമിച്ചിരിപ്പായിരുന്നു അപ്പോൾ രേവതി. അങ്ങനെ വീണ്ടും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. പെട്ടെന്നാണ് ഒരു ദിവസം രാത്രി അവിടേക്ക് ഒരാളുടെ വരവ്. അത് വർമ്മയുടെ മകൻ ഷാജിയായിരുന്നു. അവനെ കണ്ട് രേവതിയും അശ്വതിയും അന്താളിച്ചു നോക്കി. വർമ്മയെ പോലെ തന്നെ ഇരുനിറം, കട്ടത്താടിയും മീശയും ആരോഗ്യവുമുള്ള ഫിറ്റായ രൂപം, കൈമസിലുകൾ എടുത്തു കാണിക്കുന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ അവൻ അശ്വതിയുടെ മനസ്സിൽ കയറിപ്പറ്റി. രേവതി അശ്വതിയെ ഒന്ന് പാളി നോക്കി. ഇവളുടെ നോട്ടവും ഭാവവും കണ്ടിട്ട് ഇവനെ നല്ലോണം ഇഷ്ടമായ മട്ടുണ്ട്. അല്ലെങ്കിലും പണക്കാരോട് ഇവൾക്ക് വല്ലാത്ത ഇഷ്ടമാണല്ലോ. വരട്ടെ വരട്ടെ, ചില വഴികളൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. രേവതി അതും ചിന്തിച്ച് നിഗൂഢമായി ചിരിച്ചു. വീട്ടിൽ പുതിയതായി 2 പേരെ കണ്ട ഷാജി അമ്പരപ്പോടെ നോക്കി നിന്നു. അത് വർമ്മയുടെ മോനാണെന്ന കാര്യം രേവതിക്കും അശ്വതിക്കും ആദ്യമേ അറിയാം. വീട്ടിൽ അവർ അവൻ്റെ ഫോട്ടോകൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ വീട്ടിൽ അച്ഛൻ്റെ 2ാം കെട്ട് നടന്ന കാര്യമൊന്നും അവൻ അറിഞ്ഞു കാണില്ല എന്നത് അവൻ്റെ മുഖഭാവത്തിൽ നിന്ന് തന്നെ രേവതിക്ക് മനസ്സിലായി. അപ്പോൾ ഇതാണ് വർമ്മ അങ്കിളിൻ്റെ മകൻ ഷാജി. ഇവനെ എങ്ങനെയെങ്കിലും വളർക്കണം.
പിന്നെ വർമ്മയും ഷാജിയും. ഹോ, താൻ കോടികൾ സമ്പാദിക്കും. അശ്വതി സ്വാർത്ഥതയോടെ ചിന്തിച്ച് ചിരിച്ചു.